അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഷാഫി ഇവിടെ മെറിറ്റ് അവാർഡിന് ഒരുപാട് തവണ ഷാഫി ശ്രമിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോടുള്ള ഷാഫി ഇങ്ങനെ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹത്തിൽ നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. അതങ്ങനെ തന്നെ ആയിരിക്കും, കൊണ്ടുവരും. അതങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. നാടും നഗരവുമെല്ലാം തന്നെ പെരുന്നാൾ പൊലിവിലാണ് ഉള്ളത്. സ്ഥാനാർത്ഥികളും അതനുസരിച്ച് പള്ളികളിലും ഈദ്ഗാഹുകളിലും എല്ലാം കൂടിയും ഓട്ടമാണ്. ഇപ്പോൾ രമേശ് പിഷാരടി പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് പെരുന്നാൾ? പെരുന്നാൾ അതിഗംഭീരമാണ്. എല്ലാ സ്ഥലത്തും വലിയ ആൾക്കൂട്ടമാണുള്ളത്. എല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കുന്നു. വലിയ ആഘോഷമായിട്ട് തന്നെ നടക്കുക. ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഇവിടുത്തെ വിവിധ സ്ഥലങ്ങളിലെ പെരുന്നാൾ ആഘോഷങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടും പങ്കെടുത്തുകൊണ്ടും ഒരു ഫുൾ നൈറ്റായിരുന്നു പരിപാടികൾ. ഇവിടെ പെരുന്നാൾ പറഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലായിട്ട് എല്ലാത്തിലും പങ്കെടുത്ത് വരികയാണ്. ഈദ് മുബാറക്. ഇപ്പോൾ ഈ സാധാരണ എങ്ങനെയാണ് പെരുന്നാൾ? ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുക എങ്ങനെയാണ്? നോമ്പ് തുറക്കലോ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ആയിരിക്കും. വളരെ ഹ്രസ്വമായിട്ടുള്ള പരിപാടികളാണ് സാധാരണ കിട്ടിയത്. ഇത്രയും വിപുലമായിട്ടുള്ള പെരുമാൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ മമ്മൂക്കാൻ്റെ വീട്ടിലൊക്കെ പോക്കുണ്ടോ പെരുന്നാളിന്? ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പ് തുറന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും. പെരുന്നാൾ ദിവസം അവിടെ ആയിരിക്കും ഉണ്ടാവുക സാധാരണ? അത് ഓരോ കൊല്ലവും ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. ഇന്ന സ്ഥലങ്ങളിൽ നിന്നില്ല. നമ്മുടെ സുഹൃത്തുക്കൾ പല ദിവസങ്ങളിൽ ഇഫ്താർ നടത്തിയിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ഈ മമ്മൂക്കയുടെ വീട്ടിലാണോ എന്ന് ചോദിച്ചുകൊണ്ട് പറയും. ഇപ്പം ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് ചോദിച്ചു അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, കൊണ്ടുവരാൻ വെച്ചിട്ട് അതൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വെറുതെ അതാണ്. എന്നോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, മമ്മൂക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. ചോദ്യം കളഞ്ഞു. അതുമാത്രവുമല്ല, ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഷാഫി ഇവിടെ മെറിറ്റ് അവാർഡിന് ഒരുപാട് തവണ ഷാഫി ശ്രമിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോടുള്ള ഷാഫി ഇങ്ങനെ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹത്തിൽ നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. അതങ്ങനെ തന്നെ ആയിരിക്കും, കൊണ്ടുവരും. അതങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ അതൊരു ബാധ്യതയായി മാറുമഞ്ഞേ? അതൊന്നും ഒരു വലിയ ബാധ്യതയല്ലല്ലോ. അതൊക്കെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയും എന്താ പറയുക, ഒരു ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ ആള്. അദ്ദേഹത്തിനെ കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നത് ഒരു നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നു. പ്രചരണത്തിനെത്തുമോ അദ്ദേഹം? ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അതായിരുന്നു അന്നത്തെ ചോദ്യം. ആരെയും നിർബന്ധിക്കുന്നില്ല. എന്നോട് സ്നേഹമുള്ള ആളുകൾ വരുന്നു എന്നുള്ളതിനപ്പുറം ഞാൻ ആരെയും നിർബന്ധിച്ചുകൊണ്ട് ചലച്ചിത്ര മേഖലയിൽ നിന്നോ സൗഹൃദങ്ങളിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും പ്രചരണത്തിന് വേണ്ടി വരണം നിർബന്ധിക്കുന്നില്ല. കാരണം അത് ഇവിടെയുള്ള ആളുകളുടെ ഇടയിൽ ഞാൻ കൃത്യമായിട്ട് ഇറങ്ങി ഇടപെടുക, സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. MLA ആയതിനു ശേഷം എന്തെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി ഉദ്ഘാടനത്തിന് മമ്മൂട്ടി എത്തും. അതെന്തിനാണെന്ന് ഞാനിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആയാൽ അത് വലിയൊരു പരിപാടിയായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പെരുന്നാള് ബലി പെരുന്നാളിന് MLA ആയിട്ടായിരിക്കും ഇവിടെ വരിക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഗംഭീരാവും ഉറപ്പായിട്ടും. കേട്ടോ, എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും വിവിധ ഈ പെരുന്നാൾ തിരക്കിൽ തന്നെയാണ് ഉള്ളത്. രമേശ് പിഷാരടിയും ഇന്ന് ഈ വിവിധ സുഹൃത്തുക്കളുടെ വീട്ടിലും മറ്റും എത്തും. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മായിൽ, മീഡിയ 1 പാലക്കാട്.